C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സന്തോഷമായോ ഇയാൾക്ക്? എന്താ ശാലിനി? എന്റെ കല്യാണം മുടങ്ങി നിങ്ങൾ കാരണം. ശാലിനി, ഇയാളുടെ കല്യാണം മുടക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? ഞാൻ ബാലചന്ദ്രനെ തല്ലിയതും എന്നെ കല്യാണം കഴിച്ച കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തിയതും ഇയാളുടെ ആൾക്കാരല്ലേ? എന്ത് തെറ്റാ ബാലേന്ദ്രൻ ചെയ്തത്? പറഞ്ഞു താ എനിക്ക്. ഈ കല്യാണം ഒരു തെറ്റായിരുന്നെങ്കിൽ അതേ കുറ്റം ചെയ്ത ആള് തന്നെയാ ഞാനും. എന്റെ സമ്മതത്തോടെയാ ബാലേന്ദ്രൻ വിവാഹത്തിന് ഒരുങ്ങി വന്നത്. തല്ലുകയും കൊല്ലുകയും ചെയ്യണമെങ്കിൽ അത് എന്നെയും ആവാ. കൊല്ലെന്നെ. വിളിക്കണ്ട. കൊല്ലാനും മടിക്കില്ല നിങ്ങള്. നിങ്ങൾക്ക് പ്രധാനം നിങ്ങളുടെ ആഗ്രഹങ്ങളും മാത്രം. നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വാർത്ഥത, അതൊക്കെ പൂർത്തീകരിക്കാനും സാധൂകരിക്കാനും ആരെയും കൊല്ലും നിങ്ങള്. ദുഷ്ടൻ. IAS എന്ന വലിയ സ്വപ്നം പോലും വേണ്ടെന്ന് വെച്ച് ഞാൻ ഇപ്പോഴീ വിവാഹത്തിന് തയ്യാറായതേ എന്റെ ശാരികേച്ചിക്ക് വേണ്ടിയായിരുന്നു. നിങ്ങൾ തന്നെ മുടക്കിയ ശാരികേച്ചിയുടെ വിവാഹം രാജീവ് സാറുമായിട്ട് നടക്കാൻ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് ബാലേന്ദ്രൻ നിങ്ങളെ പേടിച്ചിറങ്ങി ഓടി. ഇനി ആരും വരില്ല എന്നെ വിവാഹം കഴിക്കാൻ. വന്നാ തന്നെ നിങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നും അറിയാം എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ നിങ്ങൾ തന്നെ അത് പറയണം. ശാലിനി, ഞാനൊന്നും ചെയ്തിട്ടില്ല. പറയാൻ ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ? ആ നിൽക്കുന്ന ഭിക്ഷക്കാരനെ കല്യാണം കഴിക്കും ഞാൻ. ഒന്ന് പെട്ടെന്ന് വാ, ആൾക്കാരോട് പറഞ്ഞ മുഹൂർത്തം കഴിയാറായി. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ വന്നവരൊക്കെ പിരിഞ്ഞു പോവും. പോകുന്നവരങ്ങ് പോട്ടേന്നേ. നിറച്ചുണ്ടിട്ട് കുറ്റം പറഞ്ഞിട്ട് പോവില്ലല്ലോ. നമുക്ക് ചെലവും കുറഞ്ഞു കിട്ടും. പെണ്ണും ബന്ധുക്കളും മതി ഈ കല്യാണത്തിന്. വേഗം വാ ഇങ്ങോട്ട്. വാടാ ഇങ്ങോട്ട്. ഇപ്പോ ഈ നിമിഷം ആരും തടയാൻ വരരുത്. നിൽക്കില്ല ഞാൻ. ഇത് ശാലിനിയുടെ തീരുമാനമാണ്. ശരി. ശാലിനി, ശാലിനി നിൽക്ക്.
ഒന്ന് പെട്ടെന്ന് നടക്കടാ. നിന്റെ കാലിന് കോച്ചുവാദമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് എന്നിട്ട് അവിടെ ബിരിയാണി കൊടുക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും. റാസ്കൽ എല്ലാം കുളമാക്കിയിട്ട് നിഷേധം പറയുന്നു. ഇന്ന് ശാലിനിയായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ നിന്നെ വെട്ടി വെട്ടി ഞാൻ ബിരിയാണി ഉണ്ടാക്കും. നോക്കിക്കോ, നടക്കണം അങ്ങോട്ട്. നടക്കുമല്ലേ? ആ, നടക്ക്. നടക്ക്. ഒന്ന് വേഗം വാ ബാലേന്ദ്ര. അവരാരും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വരുമല്ലേ അളിയ? വേഗം വാ. കെട്ടുമേളം കെട്ടുമേളം. ആ കൊട്ടിക്കോ കൊട്ടിക്കോ കൊട്ടിക്കോ. അവളാണ് ഇനിമേൽ എന്റെ പെണ്ണ്. ഇത്രയും നാളെ ഞാൻ തേടി നടന്നത് ഈ പെൺകുട്ടിയെ. ജീവിതാവസാനം വരെ എന്റെ സുഖവും ദുഃഖവും പങ്കിടേണ്ട എന്റെ സ്വന്തം പെണ്ണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.